ഓഗസ്റ്റ് 10-ാം തീയതി ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ മഹാനായ കിഷേരി ഉസ്താദ് ഉറൂസ് മുബാറക്ക് നടക്കുന്നുണ്ട്. ആ ഉറൂസ് മുബാറക്കിൽ വിശുദ്ധമായ പവിത്രതയുള്ള നൂറേ ജമീർ അദ്കാറുൽ മസാഉ നടക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ, ഖബൂൽ ചെയ്യണം റബ്ബേ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം റബ്ബേ. വളരെ മഹത്വമുള്ള ഒരു വിശുദ്ധമായ സ്ഥലമാണ് കിഷേരി ഉസ്താദിന്റെ മഖാം അന്തി ഉറങ്ങുന്ന കിഷേരി ഉസ്താദ് അന്തി ഉറങ്ങുന്ന കിഷേരി പള്ളി തൃപ്പനഞ്ചി പള്ളി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളും കറാമത്തുകളുമുള്ള മഹനീയമായ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മാരകമായ സുഖം വന്നപ്പോ മഹാനാ ഉസ്താദിന്റെ ചാരത്ത് ചെല്ലുകയും അൽഹംദുലില്ലാഹ് ഉസ്താദ് അവറുകൾ ഒരൊറ്റ ഉപദേശം കാരണമായി ആ രോഗം പമ്പ കടക്കുകയും ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ മുത്തുമുഅ്മിനീങ്ങൾ മറന്നു പോകരുത്, വിശുദ്ധമായ പവിത്രതയുള്ള മഹനീയമായ തൃപ്പനഞ്ചി ഉസ്താദ് ഉറൂസ് മുബാറക്കിലേക്ക് വരാൻ. അവിടുത്തെ പള്ളി 5 നില പള്ളിയാണ്. ആ 5 നില പള്ളിയെ സംബന്ധിച്ച് അവിടെ ഒരുപാട് പറയപ്പെടുന്നു അല്ലാഹു അലം ജിന്നുകൾ ധാരാളമായി ഉള്ള സ്ഥലമാണെന്ന്. മനസ്സിലായിട്ടില്ല അല്ലേ? വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു പള്ളിയാണ് ആ പള്ളി. ആ പള്ളിയുടെ തായ് ഭാഗത്തിലാണ് മഹാനായ കിഷേരി ഉസ്താദ് അന്തി ഉറങ്ങുന്നത്. അവിടെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ മഹാനായ കിഷേരി ഉസ്താദ് 2 കൊടിമരം നാട്ടിയിട്ടുണ്ട്. ആ ഓർക്കാണ് ഞങ്ങള് ഇവിടെ ചമ്മാട് പഠിക്കണ കാലത്ത് ഞങ്ങൾ എന്താക്കും, സിയാറത്തിന് പോകും. ഒരു ദിവസം സിയാറത്തിന് പോയപ്പോ അങ്ങനെ സിയാറത്തിന് പോയി ഒരു 10 റുപ്യ 20 റുപ്യ ഒക്കെ കൂട്ടിയിട്ട് ഓരോരുത്തരും പൈസയും കൂട്ടി ഒപ്പിച്ച് ഞങ്ങൾ സിയാറത്തിന് പോയി. അവിടെ ശൈഖുന ഉസ്താദ് അവറുകളെ കാണാൻ വേണ്ടി ചെന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങോട്ട് പോകുമ്പോ പലയാതി തമാശകളും വടായികളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. അങ്ങനെ അവിടെ എത്തി അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കിഷേരി ഉസ്താദിനെ കാണാൻ കഴിഞ്ഞു. വലിയൊരു തൗഫീഖ് ഉണ്ടായി. അതായത് കിഷേരി ഉസ്താദ് അന്ന് റമദാനായിരുന്നു. റമദാനില് നോമ്പ് ഒരു ഉസ്താദ് പുറത്തേക്കേ ഇറങ്ങൂല. പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു ശൈഖുന ഉസ്താദ് അവർക്കുണ്ടായിരുന്നത്. ഉസ്താദിൻ്റെതുണ്ടാ അവ ശൈഖുന ഉസ്താദ് പുറത്തേക്കേ ഇറങ്ങൂല. അങ്ങനെ ഇറങ്ങാതെ വന്നപ്പോ ഞങ്ങള് അത് വേണ്ട, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ശൈഖുന ഉസ്താദ് അവറുകള് പുറത്തേക്ക് ഇറങ്ങൂല. ഞങ്ങൾ കുറെ നേരം കാത്തുന്നു. ളുഹർ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കാൻ അവിടെ മുന്നിലൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിലരികിലേക്ക് ഇങ്ങനെ വരുമ്പോ എല്ലാവരും കൂടെ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ശൈഖുന ഉസ്താദ് അവറുകൾ അവസാനം സലാം അടക്കി. ആ സലാം പറഞ്ഞ മുഴുവൻ ആളുകളും ഇന്നും അൽഹംദുലില്ലാഹ് ഒരു നിസ്കാരം ഒഴിവാവാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ അവിടെ ജീവിക്കുകയാണ്. മഹാന ഉസ്താദിന്റെ ഒരൊറ്റ ആ സലാം അടക്കലാണ്. അതേപോലെ തന്നെ ആ മലയിൽ ഒരു എന്താ പറയാ 2 കൊടിമരങ്ങളുണ്ട്. റിഫായിൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള കൊടിമരം, 2 മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള കൊടിമരം. 2 കൊടിമരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, മേലെ പോയിക്കോ മേലെ പോയിക്കോ മേലെ പോയിക്കോ. അങ്ങനെ അവിടെ പോയി യാസീൻ ഓതി ദുആ ചെയ്ത് തായോട്ടിറങ്ങിയപ്പോഴാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞത്, ഓൻക്ക് ചായ വാങ്ങി കുടിക്കും. എനിക്ക് വെള്ളമിറങ്ങാത്തൊരു അസുഖമായിരുന്നു. അൽഹംദുലില്ലാഹ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പവും എനിക്കുണ്ടായിട്ടില്ല. വെള്ളമിറങ്ങാത്തൊരു കുഴപ്പം എനിക്കുണ്ടായിട്ടില്ല. അതിന്റെ കാരണം മഹാനായ കിഷേരി ഉസ്താദ് അവറുകൾ ആ ശറഫാക്കപ്പെട്ട മുഴുവൻ സമയത്തിലും ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞ മഹാനായ ഉസ്താദിന്റെ ആ ഒരൊറ്റ വാക്ക് കാരണമാണ് ആ പള്ളിയുടെ തായ് ഭാഗത്തിൽ അന്തി ഉറങ്ങുന്ന മഹാനായ വലിയും സൂഫി വര്യനും ആബിദും ആരിഫുമായ മഹാനായ ശൈഖുന തൃപ്പനഞ്ചി ഉസ്താദിന്റെ ഉറൂസാണ് 10-ാം തീയതി. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ എല്ലാവരും ആ മജ്‌ലിസിൽ പങ്കെടുക്കണം. കേട്ടില്ലേ? എല്ലാവരും പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഉണ്ടാകുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചോനെ നീ തൗഫീഖ് നൽകണം റബ്ബേ, നീ തൗഫീഖ് നൽകണം റബ്ബേ.